ചേട്ടൻ പറഞ്ഞില്ല അച്ചെടുക്കുമെന്ന്. അച്ച് നിലത്തോട്ട് ഇപ്പോൾ വീണിട്ടുണ്ട്. അതിനകത്ത് അച്ച് കിടപ്പുണ്ട്. നേരത്തെ പറഞ്ഞില്ല അടർന്ന് വരുമെന്ന് നമ്മുടെ മുറുക്ക്. ഇതാണ് അച്ച്. അങ്ങനെ എന്നിട്ട് ഇതെടുത്ത് മാറ്റും. ഉണ്ട്. ഇനി ഒന്നൊന്ന് ഇപ്പം ഇടാൻ പോവാണോ? ഇടാൻ പോവാണ്. ഞാൻ ഇടാം. അയ്യോ വെറുതെ ഇട്ടാ മതിയാ. നല്ല എണ്ണയാണ്, അതുകൊണ്ട് ഇത്തിരി സേഫ്റ്റി നോക്കാം. ചേച്ചി ഇട്ടോ. ഇങ്ങനെയാണ് ഇടേണ്ടത്. കോരി എടുക്കണോ അല്ലേ? ഇതല്ലേ ഇതിങ്ങനെ പൊന്തി വരും. മുറുക്ക് ശരിക്കും പൊന്തി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചേച്ചി എന്ത്? ചേച്ചിന്റെ വൈഫ് ചേച്ചി ഇവിടെ എല്ലാം കൂടെ എല്ലാം നോക്കി മനയിലായിട്ടെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ? പേരെന്താ ചേച്ചി? ശശിയല്ല. അപ്പൊ ചേച്ചിയും ചേട്ടനും കൂടെയാണ് മൊത്തം നോക്കി നടത്തുന്നത് അല്ലേ? ഇത് പാടണോ? എടുക്കാം അല്ലേ? ഓ പറ്റൂലല്ലേ? എക്സ്പീരിയൻസ് കണ്ട. പെട്ടെന്ന് കാണിക്കണ്ട. ഞാൻ കുത്തിയിട്ട് ആ ഈ എണ്ണയിൽ നമുക്ക് മറ്റേത് കറക്റ്റ് കിട്ടുന്നില്ല. അത് തൊളയിൽ കൂടി ഇങ്ങനെ ഇട്ടെടുക്കണം. ഇങ്ങനെ കമത്തി വെക്കണം അല്ലേ? പണ്ട് ചെറുപ്പത്തിലൊക്കെ മറ്റേ എന്താണ് ടയറൊക്കെ ഇങ്ങനെ ഉരുട്ടി കാണിക്കൂലേ? അതേപോലെയൊക്കെ ഉള്ള ഐറ്റം. ഒരു കമ്പും ഒരു ചക്രവും. അത് 2 സ്റ്റെപ്പായിട്ടാണല്ലോ ചെയ്യുന്നത്. ആ ഓ പച്ചമുറുക്ക് ഇട്ടു. ഇതേപോലെ തന്നെ അല്ലേ? ഓ ഇങ്ങനെ അത് ഒറ്റ ഇതായിട്ടിട്ടാൽ മതി. ഇങ്ങനെ രണ്ടാമതിട്ട് ശരിക്കും പൊരിച്ചെടുക്കണം. അത് കൈയുടെ ആ ഒരു കണക്കാണത്. ആ കൈയുടെ ഒരു കണക്കാണത്. ഇവരെ കൈമുറുക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പുറത്തല്ലേ? ഇതിപ്പോ എവിടെ നിന്ന് എങ്ങനെ ഇത് ഇടുക? ഓ പുറകുവശത്തു നിന്നാണല്ലേ കത്തിക്കുന്നത്. ഇത് കോൺക്രീറ്റ്, ഇത് സിമെന്റ് എന്താ പറയാ? അതില് ചാണകത്തറ കല്ലുകൊണ്ടാണ് ചുടുകല്ല്. ചേച്ചി ഇവിടെ വന്നതിന് ശേഷമാണോ? ഉണ്ടായിരുന്നു തുടങ്ങിയത്. ഇവിടെ അല്ലേ? ഈ ഏരിയയില് ഞാൻ വന്ന വഴിക്ക് മൊത്തം ഇങ്ങനെ മുറുക്ക് കടകൾ മുറുക്കും ബാക്കി എല്ലാം വെച്ച് തുടങ്ങിയത്. അതിന്റെ അർത്ഥം എന്താ? ആൾക്കാർക്ക് ഇത് വേണം, ആവശ്യമുണ്ട് കുറെ. നമ്മുടെ മുറുക്കായിട്ടുണ്ട്. ഇനിയിപ്പോ ഇതവിടെ കൈമുറുക്ക്, നമ്മുടെ കൈയുടെ കരവിരുത് എല്ലാം കൂടി കാണാം. കൈ വെച്ച് ഇതേപോലെ തന്നെയാണോ? ഉണ്ട്. പാക്കും ചെയ്യുന്നുണ്ട്. കൈമുറുക്ക് ഉണ്ടാക്കണം. നമുക്ക് ആദ്യം കൈമുറുക്ക് ഉണ്ടാക്കണം. പോവാം. ഇത് ഇങ്ങനെ വെച്ചാൽ മതി. അന്നേരം കൈമുറുക്ക് അപ്പുറത്ത് ഉണ്ടാക്കുന്നുണ്ട്. ചേട്ടാ നമുക്ക് മുറുക്ക് കൈമുറുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇവിടെ കൈമുറുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ശരിക്കും ഇത് നമ്മൾ വ്യത്യാസം ടേസ്റ്റിന് മാറ്റമുണ്ട്. മാറ്റമുണ്ട്. നമുക്ക് എള്ള്, ഓമം, ജീരോ ഇത് സാധനം ഈ മിക്സിയിലുള്ള മാവ് ചേർക്കും പോലെ ഇത് അതിൽ ചേർക്കാൻ പറ്റൂല. ഇതിലാകുമ്പോൾ കൂടുതൽ ചേർക്കും. അപ്പൊ കൈ കൊണ്ടെല്ലാം ചിറ്റിയെടുക്കാം. ഹോളടയും മിക്സിയിലേക്കൂടെ ഇതിൽ നമ്മൾ കുറച്ചധികം എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ചങ്ങ് എടുക്കും. കുറച്ച് ഉപ്പ് ബാക്കിയെല്ലാം ചേർത്ത് നല്ല. ഓ ഇത് നോക്കി എന്ത് സിമ്പിളായിട്ടാണ്. പെട്ടെന്ന് എല്ലാ എക്സ്പീരിയൻസ് ആണ്. ഇത് എത്ര വർഷമായി അമ്മ ഇവിടെ? 13 വർഷമായിട്ടുണ്ടല്ലേ? ഓഹോ. എത്ര വർഷമായി? പഠിക്കുന്നതാണ്. വന്ന് ചെയ്യുമല്ലേ? ഓഹോ അത് നല്ലതാണ്. ഇപ്പോഴും യങ്സ്റ്റേഴ്സിന് വേണ്ടാണ് വെറുതെ ഇരിക്കുമ്പോൾ വന്ന് ജോലി ചെയ്യുക. നല്ലൊരു കാര്യം തന്നെയാണ്. എന്ത് പേര്? രശ്മി. ഓക്കെ. അല്ല നല്ലതാണ്, അപ്രീഷിയേറ്റബിൾ ആണ്. അപ്പം എന്തായാലും അമ്മ ഞാൻ ഒന്ന് ചെയ്തോട്ടെ. അങ്ങനെയാണോ? വെറുതെ ഇങ്ങനെ ഇത്. പക്ഷെ വേറൊരു സാധനം ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചു തരാം. അതാണ് മുറുക്കിൻ്റെ മാവ് കൊണ്ട് ജിലേബി ഉണ്ടാക്കാം. എന്തായാലും വേണ്ട, പറ്റണില്ല. ഇത് അത്രയ്ക്ക് ഇത് വേണം. ചേച്ചി ഇവിടെ കേട്ടിരുന്ന ഇതാണല്ലോ മുറുക്ക് സെക്ഷൻ പാക്ക് ചെയ്യണത്. ഇവിടെ മുറുക്ക് പാക്ക് ചെയ്യുന്ന സ്ഥലമാണ്. മെഷീനല്ല, എല്ലാം നമ്മുടെ തിരിയിലാണ്. തിരിയിൽ മറ്റേ പാക്ക് ചെയ്യുന്നത്. ശരി അവിടെ മുറുക്ക് മല തന്നെ ഇരിപ്പുണ്ട്. എന്തായാലും അവിടെ കയറി നോക്കാമല്ലോ. എന്തായാലും എൻ്റെ ഉള്ളിൽ പോയെന്ന്. നല്ല ചൂട് മുറുക്കാണ്, വലിയ മുറുക്ക്. ഇന്ന് സെറ്റാവണം.
സെറ്റാകുമ്പോൾ നല്ല ഇതായിട്ട് വരും. ഇപ്പം ഇത് പരുവത്തിലെടുക്കണം. അപ്പം തണുത്ത് വരുമ്പോൾ നല്ല ഇതായിരിക്കും. ഇരുന്ന് സെറ്റാവും. സെറ്റാവും. അതാ ചൂട് പലഹാരങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പം അടുത്തത് ഇതൊക്കെ ഇത് നമ്മൾ ശവനാഴി ചെയ്യുന്നത്. ശവനാഴിയിലെ നമുക്ക് എന്തായാലും അടുത്ത പലഹാരം ഉണ്ടാക്കാം. അടുത്ത പലഹാരം നമുക്ക് മുന്തിരിക്കൊത്തിടാം. മുന്തിരിക്കൊത്ത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, സംഭവം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതാണ് മുന്തിരിക്കൊത്തിൻ്റെ. അതെ, അപ്പോൾ ഇവിടെ മുന്തിരിക്കൊത്തിൻ്റെ അല്ലേ? മുന്തിരിക്കൊത്തിൻ്റെ പരിപാടി. ഇത് ശരിക്കും എന്താ മുന്തിരിക്കൊത്ത്? നമുക്ക് ഇതിൽ പയറ് പിന്നെ തേങ്ങ പിന്നെ വറുത്ത് പയറ്, ചെറുപയറല്ലേ? നമ്മുടെ ചെറുപയർ വറുത്തിട്ട് മില്ലിൽ പൊടിച്ചെടുക്കും. പിന്നെ തേങ്ങ തിരികെ വറുക്കണം. വറുത്തെടുത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ശർക്കര ഒഴിക്കും. ഉരുക്കിയിട്ട് അത് ഒഴിക്കും. ശർക്കര ഉരുക്കി അതിനെ കട്ടിക്ക് ഒഴിച്ചിട്ട് അതിൽ ഏലക്ക ചുക്ക് എല്ലാം പൊടിച്ചെല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ ഉരുട്ടണം. ഉരുട്ടുമല്ലേ ഇത്? ഉരുട്ടി വെക്കണം. കൊടുക്കണം. ഇങ്ങനെ ഉരുട്ടിയെടുക്കും. ഉരുട്ടിയെടുത്തിട്ട് അത് അരിമാവില് മഞ്ഞപ്പൊടി ഇട്ട് കലക്കി മുക്കിയിടും. പച്ചവട കഴിക്കാൻ കൊള്ളാം. എനിക്ക് മനസ്സിലാണ് ഞാനത് കഴിച്ചത്. ചേച്ചിയുടെ എത്ര നാളെ ഇപ്പോൾ? 5 വർഷം. പേരെന്താ ചേച്ചിയുടെ? സാവിത്രി അല്ലേ? ഇനിയിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇത് മാവ് കലക്കി നമുക്ക് ചെയ്യാം. മാവ് പള്ളിയും ചേച്ചി കലക്കുന്നുണ്ട്. മാവ് കലക്കാണ്. മാവ് എന്തൊക്കെയാട്ടാ? അരിമാവ് മഞ്ഞപ്പൊടി. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാം സുഗിയൻ, മോദകം അതുപോലെയൊക്കെ സാമ്യമുണ്ട്. പക്ഷെ അതല്ല. അത് പയർ അവിച്ചുണ്ടാക്കണം. ഇത് പയർ അവിച്ചല്ല ഉണ്ടാക്കുന്നത്. ഇത് പയറിനെ വറുത്ത് പൊടിക്കുകയാണ്. പൊടിച്ചുണ്ടാക്കണം. മറ്റേ അത് ഒരു ദിവസമായിരിക്കും. ഇത് ഒരു മാസമായിരിക്കും. അത് ഒരു ദിവസം ഇരിക്കും. ഇത് ഒരു മാസം വരെ നമുക്ക് ഇരിക്കും. ഇത് കോരിയിട്ട് നമുക്ക് ഇതിനകത്ത് മുക്കാം. അത് പെറുക്കി മാവിലോട്ട് ഇടുക. ഇത് സാധാ അരിമാവും മഞ്ഞപ്പൊടി. ഇതിപ്പോൾ ഒരു മാസം വരെ ഇരിക്കും. അപ്പം അതിന് വീട്ടിൽ പോകുമ്പോൾ ഒരു മാസത്തേക്കുള്ള വാങ്ങിച്ചിട്ട് പോവാം. നല്ല തിളച്ചിങ്ങനെ. ഇത് സോഫ്റ്റ് ആണോ അതോ? നല്ല സോഫ്റ്റ് ആയിരിക്കും. അത് പിന്നെ ഇന്നാകുമ്പോഴായിരിക്കും, നാളെ ആകുമ്പോൾ ഉറച്ച് വരുമല്ലോ. അപ്പം ടേസ്റ്റും അതനുസരിച്ച് കൂടും. ഇതൊരാഴ്ച ആയതല്ലേ? ശരിക്കും അതിൻ്റെ പുറന്തോട് കട്ടിയായി വരും. അകത്ത് സോഫ്റ്റ് തന്നെ, പുറന്തോട് കട്ടിയായി വരും. അപ്പോൾ അതൊരു കടിച്ച് ഉള്ളിൽ സോഫ്റ്റ്.